ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് അവഹേളിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയാണ്. ഏതായാലും DAWF ഭിന്നശേഷിക്കാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ കോട്ടയം ജില്ലയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം ജൂൺ മാസം 15-16 തീയതികളിലായി നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരുടെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 14 ജില്ലകളിലും ഇന്ന് സമരം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചയ്ക്കുമായി സമരം പൂർത്തിയായിട്ടുണ്ട്. ഈ സമരത്തിന് ആധാരമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് MPയുമൊക്കെയായ ബഹുമാന്യായ നേതാവ് KC വേണുഗോപാൽ ഈ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകൾ കൈക്കൂലിക്കാരാണ് എന്ന ഒരു പരാമർശം. നമുക്കെല്ലാം അറിയാം, പെൻഷൻ എന്ന് പറയുന്നത് ഒരു കൈക്കൂലിയല്ല, സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന, അവരെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്കൊപ്പം ജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു കൈത്താങ്ങും ഒരു സഹായവും. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 1600 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചിരുന്ന സമയത്ത് 2 ഘട്ടങ്ങളിലായി അത് 18 മാസവും 28 മാസവും കുടിശ്ശിക വരുത്തിക്കൊണ്ട് പെൻഷൻ നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പെൻഷന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പം 80കളിൽ ആരംഭിച്ച പെൻഷൻ ഇന്ന് 1600 എത്തുമ്പം ഒരിക്കൽ മാത്രം 500 രൂപയിൽ നിന്ന് 600 രൂപയാക്കി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരുടെ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും പെൻഷൻ വർദ്ധിപ്പിക്കുകയോ പെൻഷൻ കൃത്യമായി ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്ന നിലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുമില്ല. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഈ പാർട്ടിയുടെയും ഈ നേതാക്കന്മാരുടെയും സമീപനം വളരെ മോശമായ സമീപനമാണ്. ഒരിക്കലും ഭിന്നശേഷിക്കാരെ അടക്കം 62 ലക്ഷം പെൻഷൻ വാങ്ങുന്ന ആളുകളെ ആക്ഷേപിക്കുവാൻ തയ്യാറാവരുതായിരുന്നു. ആക്ഷേപിച്ച ബഹുമാന്യായ നേതാവ് ഈ സമൂഹത്തോട് മാപ്പ് പറയണം. ഭിന്നശേഷിക്കാരോടക്കമുള്ള പെൻഷൻകാരോട് അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്നാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. അങ്ങനെ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ആ നേതാവിനെതിരെ നടപടിയെടുക്കുവാൻ, ആ നേതാവിൻ്റെ അത്തരം പരാമർശം തിരുത്തുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവണമെന്നാണ് ഈ സംഘടനയ്ക്ക് ആവശ്യപ്പെടുവാനുള്ളത്. സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളാണ് ഭിന്നശേഷിക്കാർ. അത്തരം ആളുകളെ ആക്ഷേപിക്കുമ്പം ആത്മാഭിമാനം, മറ്റുള്ള എല്ലാ മനുഷ്യരെ പോലെ ആത്മാഭിമാനമുള്ളവരാണ് ഭിന്നശേഷിക്കാർ. ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ലോട്ടറി കച്ചവടം ചെയ്തും അതുപോലെ ചെയ്യാവുന്ന ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന, കുടുംബം നയിക്കുന്ന എത്രയോ ഇത്തരം നമ്മുടെ സംസ്ഥാനത്തെ 10 ലക്ഷം ഭിന്നശേഷിക്കാര് കുടുംബം നയിക്കുന്ന ആളുകളുണ്ട്. കുടുംബത്തിലെ അച്ഛനായും അമ്മയായും സഹോദരനായും സഹോദരിയായും ഒക്കെ ആ കുടുംബത്തിന്റെ ആത്മാഭിമാനം ഒക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടലാണ് ഈ നേതാക്കൾ നടത്തിയിരിക്കുന്നത്. അത് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. പൊതുസമൂഹം അത് തിരിച്ചറിയും. പൊതുസമൂഹം തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അവരുടെ മനസ്സുകളിൽ ഉണ്ട് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത്തരം ആക്ഷേപം ഭിന്നശേഷിക്കാരെ മനുഷ്യരായി കരുതണം. ഭിന്നശേഷിക്കാരും മനുഷ്യരാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അവകാശമുള്ള, അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ കാരണം കൊണ്ടല്ല അവർ ഈ സമൂഹത്തിൽ ജനിച്ച് ഭിന്നശേഷിക്കാരായി മാറിയത്. അതുകൊണ്ട് അത്തരം ആളുകളെ ആക്ഷേപിക്കുന്ന സ്ഥിതി തിരുത്തി അതിന് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് സംഘടനയ്ക്ക്, DAWF എന്ന് പറയുന്ന സംഘടനയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.